ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനങ്ങൾ പൂർത്തിയായി. ഷോൺ ബേക്കറിന്റെ അനോറ ഓസ്കാറിൽ റെക്കോർഡുകൾ ഭേദിച്ചു. ഡ്യൂൺ എന്ന ചിത്രം 2 ഓസ്കാർ പുരസ്കാരങ്ങളാണ് കരസ്ഥമാക്കിയത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗം 6 ഓസ്കാർ നേടിയപ്പോൾ രണ്ടാം ഭാഗം 2 ഓസ്കാറുകൾ നേടി. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങുകൾ നടക്കുന്നത്. മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള ഓസ്കാർ അനോറയും മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള ഓസ്കാർ കോൺക്ലേവും നേടി. മികച്ച ആനിമേഷൻ വിഭാഗത്തിൽ ഫ്ലോ എന്ന ചിത്രവും ഇൻ ദ ഷാഡോസ് ഓഫ് സൈപ്രസ് എന്ന ഹ്രസ്വചിത്രവും അവാർഡുകൾ കരസ്ഥമാക്കി. മികച്ച മേക്കപ്പിനും ഹെയർ സ്റ്റൈലിംഗിനുമുള്ള ഓസ്കാർ ദി സബ്സ്റ്റൻസ് എന്ന ചിത്രം നേടി. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കീരൻ കൽക്കിന് മികച്ച സഹനടനുള്ള ഓസ്കാർ ലഭിച്ചു. എമിലിയ പെരസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സോയി സൽദാന മികച്ച സഹനടിക്കുള്ള ഓസ്കാർ നേടി. അനോറ എന്ന ചിത്രത്തിന് ഷോൺ ബേക്കർ മികച്ച സംവിധായകനും നോറ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മിക്കി മാഡിസണിന് മികച്ച നടിക്കുള്ള ഓസ്കാറും ലഭിച്ചു. മികച്ച ചിത്രം, മികച്ച തിരക്കഥ, മികച്ച എഡിറ്റിംഗ്, മികച്ച സംവിധായകൻ, മികച്ച നടി എന്നിവയുൾപ്പെടെ 5 അവാർഡുകളാണ് അനോറ വാരിക്കൂട്ടിയത്. മികച്ച ശബ്ദത്തിനും മികച്ച വിഷ്വൽ എഫക്റ്റുകൾക്കും 2 വിഭാഗങ്ങളിലായി ഡ്യൂണിന്റെ രണ്ടാം ഭാഗം 2 ഓസ്കാറുകളാണ് നേടിയത്. 2022 ഓസ്കാർ അവാർഡിൽ ഡ്യൂണിന്റെ ആദ്യ ഭാഗത്തിന് 6 അവാർഡുകളാണ് നേടാനായത്. അതേസമയം വലിയ മുതൽ മുടക്കിലാണ് ഡ്യൂണിന്റെ രണ്ടാം ഭാഗം നിർമ്മിച്ചത്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഗ്രാഫിക്സ് തന്നെയാണ്. സാങ്കേതികമായി ചിത്രം എല്ലാവരെയും അമ്പരപ്പിച്ചു. ലോകമെമ്പാടും മികച്ച നിരൂപക പ്രശംസയാണ് ഡ്യൂണിന് ലഭിച്ചത്.